പുതുക്കാട് നവജാത ശിശുക്കളെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പ്രതികളായ അനീഷ, ബവിൻ എന്നിവരെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. നവജാത ശിശുക്കളെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ യുവാവിന്റെയും യുവതിയുടെയും മൊഴിയിലെ വിവരങ്ങൾ പുറത്ത്. പ്രതി അനീഷ പ്രസവിച്ചത് യൂട്യൂബ് നോക്കി. ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചത് പ്രസവത്തിന് സഹായകമായെന്ന് മൊഴി. റവാഡ ചന്ദ്രശേഖർ പുതിയ പോലീസ് മേധാവി. ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിച്ച ഒഴിവിലേക്കാണ് റവാഡ ചന്ദ്രശേഖർ എത്തുന്നത്. റോഡിലെ കുഴിയിൽ വീണ് യുവാവ് മരിക്കാനിടയായ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ്. തൃശൂർ കോർപ്പറേഷനിൽ ദേഹത്ത് ചോരയൊഴിച്ച് കോൺഗ്രസ് കൌൺസിലർമാരുടെ പ്രതിഷേധം. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ സ്വർണ്ണ കിരീടം നഷ്ടപ്പെട്ട സംഭവം. ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിലെ അറയിൽ സംയുക്ത പരിശോധന നടത്തുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം കോട്ടയിൽ മത്സ്യബന്ധന വഞ്ചി പുഴയിൽ മറിഞ്ഞ് കാണാതായ ആൾക്കു വേണ്ടി തിരച്ചിൽ തുടരുന്നു. എറണാകുളം തിരുത്തിപ്പുറം സ്വദേശി രാജുവിനെയാണ് കാണാതായത്. നമസ്കാരം. വാർത്തകൾ വിശദമായി. പുതുക്കാട് നവജാത ശിശുക്കളുടെ കൊലപാതകത്തിൽ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പ്രതികളായ അനീഷ, ബവിൻ എന്നിവരെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. നവജാത ശിശുക്കളെ സംസ്കരിച്ചെന്ന് കണ്ടെത്തിയ സ്ഥലങ്ങളിൽ ഇന്ന് ഫോറൻസിക് പരിശോധന നടക്കും. കൊലപാതകം ബന്ധുക്കളുടെ അറിവോടെ ആയിരുന്നോ എന്നും പോലീസ് പരിശോധിക്കും. 2 നവജാത ശിശുക്കളെയും കൊലപ്പെടുത്തിയത് മാതാവ് അനീഷയാണ് എന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കൊടകരയിൽ നിന്നും ലോനപ്പൻ ചേരുന്നു. ലോനപ്പൻ, ഫോറൻസിക് തെളിവെടുപ്പ് നടത്തുകയാണോ? നിലവിൽ ചോദ്യം ചെയ്യൽ എപ്പോഴാണ്? എങ്ങനെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? പ്രിയങ്ക, ഇന്ന് രാവിലെ ഏകദേശം ഒരു 10:15 കൂടിയാണ് ഫോറൻസിക് സംഘം അനീഷയുടെ വീടുള്ള നൂൽവള്ളി എന്ന സ്ഥലത്ത് എത്തിയിട്ടുള്ളത്. ഫോറൻസിക് പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഇതുവരെ അവിടേക്ക് മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ്. എന്നാലും പരിശോധനയിൽ ഈ കുഞ്ഞിന്റെ ജഡം കുഴിച്ചിട്ടതിന്റെ ചില അവശിഷ്ടങ്ങൾ ഉദ്യോഗസ്ഥർക്ക് കിട്ടിയിട്ട് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പ്രിയങ്ക, പുതുക്കാട് നവജാത ശിശുക്കളെ കൊലപാതകത്തിൽ പ്രതികളെ കോടതിയിൽ ഇന്ന് ഹാജരാക്കും. ഫോറൻസിക് അന്വേഷണം തുടരുകയാണ്. നിലവിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടങ്ങിയ വിവരങ്ങളാണ് ലോനപ്പൻ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. പുതുക്കാട് 3 വർഷത്തിനിടെ 2 നവജാത ശിശുക്കളെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ യുവാവിന്റെയും യുവതിയുടെയും മൊഴിയിലെ വിവരങ്ങൾ പുറത്ത്. കുഞ്ഞിനെ കുഴിച്ചിടുന്നത് അയൽവാസി കണ്ടതിനാൽ സ്ഥലം മാറ്റി കുഴിച്ചിട്ടെന്നാണ് മൊഴി. കുഞ്ഞിന്റെ മൃതദേഹം വീടിന്റെ പിൻഭാഗത്ത് മറവ് ചെയ്യാൻ കുഴിയെടുത്തതായിരുന്നു. എന്നാൽ അയൽവാസി ഇത് കണ്ടതോടെ സ്ഥലം ഉപേക്ഷിച്ചെന്നും പിന്നീട് വീടിന്റെ ഇടതുഭാഗത്തെ മാവിൻ ചുവട്ടിൽ കുഴിച്ചിട്ടെന്നുമാണ് മൊഴി. 2021 ആദ്യത്തെ കുഞ്ഞ് ജനിക്കുന്നത്. പ്രസവിക്കുന്നതിന് മുൻപ് തന്നെ പൊക്കിൽ കൊടി കഴുത്തിൽ കുടുങ്ങി കുഞ്ഞ് മരിച്ചെന്നായിരുന്നു യുവതി മൊഴി നൽകിയത്. പിന്നീട് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊന്നതെന്ന് അനീഷ മൊഴി മാറ്റി. യൂട്യൂബ് നോക്കി ശുചിമുറിയിലാണ് പ്രസവിച്ചതെന്നും ഗർഭം മറച്ചുവെക്കാൻ വയറ്റിൽ തുണി കെട്ടിയെന്നും യുവതി പോലീസിനോട് പറഞ്ഞു. 2 പ്രസവകാലവും മറച്ചു പിടിക്കുവാൻ യുവതി ഇറുകിയ വസ്ത്രങ്ങൾ ഒഴിവാക്കുകയും ചെയ്തു. ആദ്യ കുഞ്ഞിന്റെ അവശിഷ്ടത്തിൽ നിന്നും മരണകാരണം കണ്ടെത്തുക വെല്ലുവിളിയെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. കുഞ്ഞ് മരിച്ച് 4 വർഷം കഴിഞ്ഞതിനാൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയെന്ന വെല്ലുവിളിയാണ് പോലീസിന് മുന്നിലുള്ളത്. റവാഡ ചന്ദ്രശേഖർ പുതിയ പോലീസ് മേധാവി. പ്രത്യേക മന്ത്രിസഭാ യോഗമാണ് പോലീസ് മേധാവിയെ തിരഞ്ഞെടുത്തത്. ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിച്ച ഒഴിവിലേക്കാണ് റവാഡ ചന്ദ്രശേഖർ എത്തുന്നത്. 1991 IPS ബാച്ച് കേരളത്തിലെ കേഡർ ഉദ്യോഗസ്ഥനാണ് റവാഡ ചന്ദ്രശേഖർ. ദീർഘകാലമായി അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ്. കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷ ചുമതലയുള്ള ക്യാബിനറ്റ് സെക്രട്ടറിയായി നിലവിൽ സേവനമനുഷ്ഠിക്കുകയാണ് റവാഡ ചന്ദ്രശേഖർ. തൃശൂർ കോർപ്പറേഷനിൽ കോൺഗ്രസ് കൌൺസിലർമാരുടെ പ്രതിഷേധം. തൃശൂർ നഗരത്തിലെ റോഡുകൾ ചോര വീഴുന്നിടമായി മാറിയെന്നാരോപിച്ചാണ് കോൺഗ്രസ് കൌൺസിലർമാർ കോർപ്പറേഷനിൽ പ്രതിഷേധിക്കുന്നത്. പ്രതീകാത്മകമായി ദേഹത്ത് ചോരയൊഴിച്ചാണ് പ്രതിഷേധം.
കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് തലച്ചിറ ചേരുന്നു. അഭിജിത്ത്, തൃശൂർ കോർപ്പറേഷനിൽ കോൺഗ്രസ് കൗൺസിലർമാരുടെ പ്രതിഷേധം തുടരുകയാണ്. നിലവിൽ ചോരയൊഴിച്ച് എന്നുള്ള രീതിയിലാണ് പ്രതിഷേധം മുന്നോട്ട് പോകുന്നത്. ഈ കഴിഞ്ഞ ദിവസമാണ് വിഷ്ണുദത്തും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കോലോത്തുംപാടം എന്ന സ്ഥലത്തും ഇരുവരും ഇത്തരത്തിൽ റോഡിലെ കുഴിയിൽ വീണ ഗുരുതരമായ പരിക്കുകളോടെ അപകടത്തിൽ പരിക്കേറ്റവരുമുണ്ട്. എങ്ങനെയാണ് മറ്റു വിശദാംശങ്ങൾ? കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തൃശ്ശൂർ നഗരത്തിൽ വല്ലാതെ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. നഗരത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ, ഒപ്പം തന്നെ അപകടത്തിൽ അമ്മയ്ക്ക് ഗുരുതര പരിക്കേൽക്കുകയും മകൻ മരിക്കുന്ന സാഹചര്യവും ഉണ്ടായി. ഈ അതിദാരുണ സംഭവത്തിന് പിന്നാലെ ഇന്നലെ കോവിലത്തുംപാടത്ത് റോഡിലെ കുഴിയിൽ ബൈക്ക് വീണ് ദമ്പതികൾ ഇവർക്കും ഗുരുതരമായ പരിക്കാണ്. ഈ കഴിഞ്ഞ ദിവസത്തെ പ്രതിഷേധങ്ങളിലൊന്നും പാഠം പഠിക്കാത്ത തൃശൂർ കോർപ്പറേഷനെതിരെ ശക്തമായ രീതിയിലാണ് ഇപ്പോൾ പ്രതിപക്ഷം കോർപ്പറേഷനിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തിരുന്നു. കൗൺസിൽ യോഗം ഉണ്ടായിരുന്നു. ഇതിനു മുൻപ് തന്നെ കോൺഗ്രസിന്റെ നേതാവ് രാജ്യത്തിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ആരംഭിച്ചത്. പത്രത്തോടു കൂടി തന്നെ ചോര പ്രതിഷേധാത്മകമായി ജനങ്ങളുടെ തലയിലൂടെ ചോര ഒഴിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസ് പ്രതിഷേധം ആരംഭിച്ചത്. പിന്നീട് അവർ കൗൺസിൽ ഹാളിലേക്ക് എത്തുകയായിരുന്നു. കോർപ്പറേഷൻ എത്തിയ ശേഷം ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു. പിന്നീട് അജണ്ടയിൽ നിന്ന് സംസാരിക്കണമെന്നും പൊതു ചർച്ചയിൽ ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് അത് വിശദമായി തന്നെ ചർച്ച ചെയ്യാമെന്നും മേയർ പ്രതിപക്ഷാംഗങ്ങളെ അവിടെ ആവശ്യപ്പെടുകയുമുണ്ടായി. എന്നാൽ ഇതിൽ ആദ്യമൊന്നും വഴങ്ങാതിരുന്ന പ്രതിപക്ഷം പിന്നീട് ചർച്ച വിശദമായ ചർച്ചയിലേക്ക് തന്നെ നീങ്ങാൻ മറുപടി തങ്ങൾ ശാന്തനാകും എന്ന് അറിയിച്ചു. എന്നാൽ അതായത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് രാജീവ് പല്ലൻ മേയറായിരുന്ന കാലഘട്ടത്തിലെ ഒരു റൗണ്ട് ബോട്ട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അഴിമതി ആരോപണമാണ് ഒന്നാമത്തെ അജണ്ടയായി കൗൺസിൽ വായിച്ചത്. ഇതോടുകൂടി രാജീവ് പല്ലൻ മറുപടി എഴുന്നേറ്റപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കാൻ എഴുന്നേറ്റപ്പോൾ വിഷയം ആദ്യം ഉന്നയിച്ചു. വീണ്ടും പ്രതിപക്ഷ കൗൺസിലർമാരെ പ്രകടിപ്പിച്ചു. തുടർന്ന് ഇരു പക്ഷവും പരസ്പരം വാക്കേറ്റവും പിന്നീട് കോർപ്പറേഷൻ കൗൺസിൽ പ്രദർശനമായി. തുടർന്ന് പ്രതിപക്ഷ നേതാവ് പ്രസ്താവന പുറപ്പെടുവിച്ചു. അതായത് ചർച്ച ചെയ്ത് മറുപടി പറഞ്ഞില്ലെങ്കിൽ മേയറുടെ സീറ്റിൽ തങ്ങൾ ഒഴിച്ചെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രാജ്യത്തിന്റെ ഒരു പരാമർശത്തോടു കൂടിയാണ് കൂടുതൽ വഷളായത്. ഇതോടെ അങ്ങനെങ്കിൽ തങ്ങൾ വെല്ലുവിളികൾ ഉയർത്തിയാണ് ഭരണപക്ഷം ഉണ്ടായത്. തങ്ങൾ ഇരിക്കുമ്പോൾ ധൈര്യമുണ്ടെങ്കിൽ മേയറുടെ സീറ്റിൽ വീഴ്ചയെടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഭരണപക്ഷ കൗൺസിലർമാരും രംഗത്ത് വന്നു. ഇരു പക്ഷവും തമ്മിൽ വാക്കേറ്റവും നേരിയ കയ്യാങ്കളിയിലേക്കും കാര്യങ്ങൾ കടന്നു. പിന്നീട് പ്രതിപക്ഷത്തെ ജയപ്രകാശ് സപ്പോർട്ടിംഗ് ചെയർമാൻ കൂടിയാണ്. അദ്ദേഹം പ്രതിഷേധവുമായി മേശപ്പുറത്ത് കയറിയതോടെ വീണ്ടും പ്രതിഷേധത്തിന്റെ മറ്റും ഭാഗവും മാറി കൂടുതൽ പ്രതിരോധത്തിലേക്ക് ഭരണപക്ഷ കൗൺസിലർമാരെ നയിച്ചു. തുടർന്ന് അദ്ദേഹത്തെ മേയർ ഉടൻ തന്നെ ഈ കൗൺസിലിൽ നിന്നും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള അറിയിപ്പ് ലഭിച്ചു. ഇതോടെ ഭരണപക്ഷ കൗൺസിലർമാർ സസ്പെൻഷനായ കൗൺസിലർ പുറത്തു പോകുന്നതുകൊണ്ടുള്ള നിലവിൽ കോൺഗ്രസ് കൗൺസിലർമാരുടെ പ്രതിഷേധം ശക്തമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. പ്രതിഷേധത്തിൽ നടത്തിയ കൗൺസിലർമാരെ
സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് നിലവിൽ കിട്ടിയിട്ടുള്ള വിവരം. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ മേശമേൽ കയറിയാണ് ഇത്തരത്തിൽ ചോരയൊഴിച്ചുള്ള പ്രതിഷേധം നടത്തിയത്. തുടങ്ങിയ വിവരങ്ങളാണ് അഭിജിത്ത് തലശ്ശിറ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ സ്വർണ്ണ കിരീടം നഷ്ടപ്പെട്ട സംഭവത്തിൽ ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിലെ അറയിൽ സംയുക്ത പരിശോധന നടത്തുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ പറഞ്ഞു. പോലീസ്, ദേവസ്വം ബോർഡ് അധികൃതർ, ക്ഷേത്രം ഉപദേശക സമിതി ജീവനക്കാർ തുടങ്ങിയവരുടെ ഉൾപ്പെടുത്തിയിട്ടുള്ള പരിശോധന അടുത്ത ദിവസം നടക്കും. സ്വർണ്ണ കിരീടം നഷ്ടപ്പെട്ടതിനു ശേഷം ആദ്യമായാണ് ദേവസ്വം ബോർഡിലെ ഉന്നതർ ക്ഷേത്രത്തിൽ എത്തുന്നത്. ക്ഷേത്ര ഉപദേശക സമിതി, ക്ഷേത്രത്തിലെ ജീവനക്കാർ എന്നിവരോട് സംസാരിച്ചു. ദേവസ്വം ബോർഡ് കമ്മീഷണർ ഉദയകുമാർ, ദേവസ്വം സെക്രട്ടറി ബിന്ദു, അസിസ്റ്റന്റ് കമ്മീഷണർ കെ കല എന്നിവരും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോടൊപ്പം ക്ഷേത്രത്തിലുണ്ടായിരുന്നു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കെ ശ്രീജയന്റെ നേതൃത്വത്തിൽ സ്വർണ്ണ കിരീടം നഷ്ടപ്പെട്ട സംഭവത്തിൽ ബോർഡിനോട് സംയുക്ത പരിശോധന നടത്തണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം കോട്ടയിൽ മത്സ്യബന്ധന വഞ്ചി പുഴയിൽ മറിഞ്ഞ് കാണാതായ ആൾക്കുവേണ്ടി തിരച്ചിൽ തുടരുന്നു. എറണാകുളം തിരുത്തിപ്പുറം സ്വദേശി രാജുവിനെയാണ് കാണാതായത്. ഇയാളോടൊപ്പം വഞ്ചിയിലുണ്ടായിരുന്ന ബിനു നീന്തി രക്ഷപ്പെട്ടു. ഞായറാഴ്ച രാത്രി 8:30 കോട്ടപ്പുറം തിരുത്തിപ്പുറം പാലത്തിന് സമീപം പുഴയിലായിരുന്നു അപകടം. കൂടുതൽ വിവരങ്ങളുമായി നവാസ് ചേരുന്നു. നവാസ്, നിലവിൽ ആളെ കണ്ടെത്താൻ കഴിഞ്ഞോ? അതുപോലെ തന്നെ ആരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്? പ്രിയങ്ക, നിലവിൽ ആളെ കണ്ടെത്താനായിട്ടില്ല. കോട്ടപ്പുറം കായലിൽ ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. ഫയർഫോഴ്സിന്റെ കീഴിലുള്ള സ്കൂബ ടീമാണ് ഇപ്പോൾ നിലവിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടിയൊഴുക്ക് ഉള്ള ഈ കൈവഴിയിൽ തെരച്ചിൽ ദുഷ്കരമാണ്. ഇന്നലെ രാത്രി അർദ്ധരാത്രിയോടുകൂടി തെരച്ചിൽ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ വീണ്ടും തെരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ ഫയർഫോഴ്സും അതുപോലെ തന്നെ തീരദേശ പോലീസിന്റെ ഒരു ബോട്ടും തെരച്ചിലിലുണ്ട്. ഇതുവരെ ആളെ കണ്ടെത്താനായിട്ടില്ല. ഒഴുക്കിന്റെ ഗതി അനുസരിച്ചായിരിക്കും തെരച്ചിലിന്റെ ഒരു നമ്മൾ എവിടേക്ക് എത്തുമെന്നുള്ള ലക്ഷ്യമെന്നുള്ളതാണ് മുങ്ങൽ വിദഗ്ധർ പറയുന്നത്. പ്രിയങ്ക, നിലവിൽ ആളുടെ നിലവിൽ ആളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതുവരെയും തിരച്ചിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അർദ്ധരാത്രിയോടെ തിരച്ചിൽ അവസാനിപ്പിച്ചുവെങ്കിലും ഇന്ന് രാവിലെയോടുകൂടി വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. തുടങ്ങിയ വിവരങ്ങളാണ് നവാസ് നൽകിയത്. വീട്ടമ്മയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ജസീൽ അലങ്കാരത്തിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വലപ്പാട് സ്വദേശിനിയായ വീട്ടമ്മയാണ് ഇയാൾക്കെതിരെ പരാതി നൽകിയത്. എന്നാൽ പരാതിക്കാരിയുമായി ഫോൺ വഴിയുള്ള പരിചയം മാത്രമാണ് ജസീലിനുള്ളതെന്നും കഴിഞ്ഞ 2 വർഷമായി പരാതിക്കാരി ജസീലിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചിരുന്നതായും ജസീലുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞു. വിഷയത്തിൽ പരാതിക്കാർക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നും അവർ വ്യക്തമാക്കി. റീൽസിലൂടെ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കുന്ന പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ പ്രതിഷേധ റീൽ അയച്ച് വേറിട്ട പ്രതിഷേധം. തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ ജോൺ ഡാനിയലാണ് ഈ വ്യത്യസ്ത സമരരീതിക്ക് പിന്നിൽ. നഗരപരിധിയിലെ കോലൂത്തുംപാടത്തെ കുഴിയിൽ വീണ് ദമ്പതികൾക്ക് പരിക്കേറ്റ സംഭവത്തെ തുടർന്നാണ് പ്രതിഷേധവുമായി ജോൺ ഡാനിയൽ രംഗത്തെത്തിയത്. നിരവധി ജീവനുകൾ പൊലിഞ്ഞിട്ടും ഗുരുതരമായി പരിക്കേറ്റിട്ടും റോഡിലെ കുഴികൾ സമയബന്ധിതമായി അടയ്ക്കാൻ തയ്യാറാവാത്ത പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനാണ് പ്രതിഷേധ റീൽ അയച്ചത്. തോമസ് എന്ന് പറയുന്ന വീണ എന്ന് പറയുന്ന 2 പേർ വീണ കുഴിയാണ് ഈ കാണുന്നത്. ഈ കുഴിയിൽ വീണാണ് അവർക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ഈ കുഴിയിൽ വീഴുന്ന ആളുകൾക്ക് ഇത് ദേശീയപാതയുടെ കുഴിയാണോ സംസ്ഥാന പാതയുടെ കുഴിയാണോ തൃശൂർ കോർപ്പറേഷന്റെ കുഴിയാണോ എന്ന് അറിഞ്ഞിട്ടല്ല ഈ ആളുകൾ കുഴിയിൽ വീഴുന്നത്. ഈ മരണത്തിന് ശേഷവും ഈ കുഴി അടയ്ക്കാതിരുന്നതുകൊണ്ടാണ് അതിഗുരുതരമായി ഈ കുഴിയിൽ വീണ് പരിക്കേറ്റിട്ടുള്ളത്. കേരളത്തിലെ റോഡുകളുടെ ലോകോത്തര നിലവാരത്തെക്കുറിച്ച് റീൽസ് എടുത്ത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്യുന്ന പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഈ കുഴികൾ കൂടി റെക്കോർഡ് ചെയ്ത് ഈ കുഴികളുടെ വീഡിയോ കൂടി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും റീലും ലൈവുമായി ജനങ്ങളെ കാണിക്കണം. ഇതൊരു ആഹ്ലാദത്തിന്റെ ഭാഗമായിട്ടോ
സന്തോഷത്തിന്റെ ഭാഗമായിട്ട് എടുക്കുന്ന റീലല്ല. ഇത് പ്രതിഷേധ സൂചകമായിട്ടാണ് ഈ റീൽ എടുക്കുന്നത്. ഈ കുഴിയുടെ സമീപത്തു നിന്ന് ഈ റീൽ എടുക്കുന്നത് ഇത് പ്രതിഷേധ റീലാണ്. ഈ പ്രതിഷേധ റീൽ ബഹുമാനപ്പെട്ട സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് അയച്ചു കൊടുക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. യാത്രക്കാരായ ദമ്പതിമാർ വീണ് പരിക്കേറ്റ തൃശൂർ കോലോത്തുംപാടം റോഡിലെ കുഴിക്കരികിൽ നിന്നാണ് പ്രതിഷേധ റീൽ ചിത്രീകരിച്ചത്. കേരളത്തിലെ റോഡുകളെക്കുറിച്ച് സന്തോഷ റീലിടുന്ന മന്ത്രിക്ക് റോഡുകളുടെ ദയനീയാവസ്ഥ ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ് റോഡിലെ കുഴി ചിത്രീകരിച്ച് പ്രതിഷേധ റീൽ അയക്കുന്നതെന്ന് ജോൺ ഡാനിയൽ പറഞ്ഞു. 2 ദിവസം മുൻപാണ് നഗരത്തിലെ കുഴിയിൽ നിന്ന് രക്ഷപ്പെടാനായി ഇരുചക്ര വാഹനം വെട്ടിച്ച് വിഷ്ണുദത്ത് എന്ന യുവാവ് കൊല്ലപ്പെട്ടത്. ഇത് കണ്ടെങ്കിലും അധികാരികൾ റോഡിലെ കുഴികൾ കൃത്യമായി അടച്ചിരുന്നുവെങ്കിൽ ഇന്നലെ 2 പേർക്ക് കോലോത്തുംപാടത്തെ കുഴിയിൽ വീണ് ഗുരുതരമായി പരിക്കേൽക്കില്ലായിരുന്നു. ദേശീയ കുഴിയാണോ സംസ്ഥാന കുഴിയാണോ കോർപ്പറേഷൻ കുഴിയാണോ എന്നറിഞ്ഞിട്ടല്ല ആളുകൾ വീഴുന്നത്. താൽക്കാലികമായി അടയ്ക്കുന്ന കുഴികളിലെ മെറ്റൽ ഇളകിയും ഇരുചക്ര വാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്നുണ്ടെന്നും ജോൺ ഡാനിയൽ ചൂണ്ടിക്കാട്ടി. TCV ന്യൂസ്, തൃശൂർ. തൃപ്രയാറിനെ തൃശൂരുമായി കുറഞ്ഞ ദൂരത്തിൽ ബന്ധിപ്പിക്കുന്ന റോഡിൽ പള്ളിപ്പുറം ഭാഗത്ത് വെള്ളം കയറുന്നതും ഗതാഗതം നിരോധിക്കുന്നതും തുടർക്കഥയാകുന്നു. ദുരിതത്തിലായി ആയിരക്കണക്കിന് യാത്രക്കാർ. പാറളം പഞ്ചായത്തിനെയും ചാഴൂർ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ആലപ്പാട് പള്ളിപ്പുറം റോഡിലാണ് 250 മീറ്ററോളം നീളത്തിൽ വെള്ളം കയറുന്നത് പതിവാകുന്നത്. റോഡിലെ ഈ ഭാഗത്തെ ഉയരക്കുറവാണ് നല്ല മഴക്കാലത്ത് ഇവിടെ മാത്രം വെള്ളം കയറാൻ ഇടയാക്കുന്നത്. തൃപ്രയാർ മുതൽ പാലയ്ക്കൽ വരെ BMBC ചെയ്ത റോഡാണിത്. റോഡിന്റെ താഴ്ന്ന ഭാഗം 1/2 മീറ്റർ ഉയർത്തിയാൽ ഒരു മഴക്കാലത്തും ഈ വഴിയുള്ള ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടാകില്ല. തൃപ്രയാറിന്ന് തൃശ്ശൂർക്ക് എളുപ്പമാർഗത്തിലുള്ള ഏറ്റവും നല്ല റോഡാണിത്. അതിൽ ആലപ്പാടുന്ന് പള്ളിപ്പുറം എത്തുന്ന റോഡിനിടയിൽ 250 മീറ്റർ നീളത്തോളം എല്ലാ വർഷവും ഇതുപോലെ വെള്ളം കയറി ഗതാഗതം തടസ്സം ചെയ്യുകയാണ് പതിവ്. ഇപ്പോൾ 2 ആഴ്ചയോളമായി ഇത് ഔദ്യോഗികമായി ഗതാഗതം തടസ്സം ചെയ്തിരിക്കുകയാണ്. ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് ഇത്രയും 250 മീറ്റർ നീളം ലെവൽ നോക്കി ഉയർത്തി BMBC റോഡ് ചെയ്യേണ്ടതാണ്. അതിന് MLA ഫണ്ടോ MP ഫണ്ടോ ഏതെങ്കിലും ഫണ്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നിലവിൽ ഈ റോഡിലെ വെള്ളത്തിലൂടെ കടന്നുപോകുന്ന ചെറുവാഹനങ്ങളിൽ പലതും എഞ്ചിനിൽ വെള്ളം കയറി നിൽക്കുകയും ബ്രേക്കിന് തകരാർ സംഭവിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. മാത്രമല്ല ഇരുവശവും വെള്ളം നിറഞ്ഞു കിടക്കുന്ന പാടത്തേക്ക് വാഹനങ്ങൾ തെന്നിമറിയാനുള്ള സാധ്യതയും ഏറെയാണ്. അപകട സാധ്യതയുണ്ടായിട്ടും ചാഴൂർ, താന്യം പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് വാഹനങ്ങൾ ഇതുവഴി പോകുന്നത് തൃശ്ശൂർക്കുള്ള യാത്രയിൽ 10 കിലോമീറ്റർ ദൂരവും സമയവും പണവും ലാഭിക്കാനാണ്. കേവലം 250 മീറ്റർ ദൂരം റോഡ് ഉയർത്തി പുനർനിർമ്മിച്ചാൽ ഈ പ്രശ്നം എക്കാലത്തേക്കുമായി പരിഹരിക്കാമെന്നിരിക്കെ പൊതുമരാമത്ത് വകുപ്പ് ഇക്കാര്യത്തിൽ വർഷങ്ങളായി അലംഭാവം തുടരുകയാണെന്ന ആക്ഷേപം ശക്തമാണ്. TCV തൃശൂർ. വാഴാനിയിൽ തൂക്കുവേലി നിർമ്മാണം വേണമെന്ന് യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റി. വാഴാനി കാക്കിനിക്കാട് ട്രൈബൽ കോളനിക്ക് സമീപത്തെ ജനവാസ മേഖലയിലേക്ക് ആനകൾ ഇറങ്ങാതിരിക്കാൻ സ്ഥാപിച്ച സൗരവൈദ്യുതി വേലി ആന പലയിടത്തും ചവിട്ടിയൊടിച്ചതിനാൽ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച നിലയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും ആന പ്രദേശവാസിയുടെ വീട്ടിൽ നാശങ്ങൾ ഉണ്ടാക്കിയിരുന്നു. വനം വകുപ്പിന്റെ കാര്യക്ഷമമായ ഇടപെടൽ ഇല്ലാത്തതിനാലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് ഇടയാക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടംമാട്ടിൽ ആരോപിച്ചു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ SK വസന്തന്റെ രചനാലോകങ്ങൾ കാലം സാക്ഷി എന്ന പേരിൽ പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചു. ചേറൂർ സാഹിതിയിൽ നടന്ന പരിപാടി ഡോക്ടർ PV കൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരൻ K ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ ED ഡേവിസ്, ഡോക്ടർ SK വസന്തൻ, എഴുത്തുകാരി രാജ്കുമാരി വിനോദ്, സാഹിതി ചെയർപേഴ്സൺ ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. കേരള പ്രവാസി സംഘം പഴയന്നൂർ പഞ്ചായത്ത് സമ്മേളനം നടന്നു. തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ശാലിനി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പഴയന്നൂർ പ്രവാസി സംഘം പ്രസിഡന്റ് ഇബ്രാഹിം
സഫ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി വിജയൻകുട്ടി നാരായണൻ, പഴയന്നൂർ CPM ലോക്കൽ സെക്രട്ടറി ശോഭന രാജൻ, വാർഡ് മെമ്പർ KM അസീസ്, ഏരിയ സെക്രട്ടറി MM ഹനീഫ, ഏരിയ പ്രസിഡന്റ് KM അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രവാസി സംഘം പഴയന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റായി, ജ്ഞാനപ്രകാശ സെക്രട്ടറിയായും മൊയ്തുകുട്ടിയെ ട്രഷററായും 11-അംഗ കമ്മിറ്റിയെയും സമ്മേളനം തെരഞ്ഞെടുത്തു. കേരള കോൺഗ്രസ് മുളങ്ങുന്നത്തുകാവ് മണ്ഡലം കൺവെൻഷനും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും നടന്നു. കേരള കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. മുളങ്ങുന്നത്തുകാവ് മണ്ഡലം പ്രസിഡന്റ് സജി കൊണ്ടിയാരത്ത് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് തോമസ് ആന്റണി, വടക്കാഞ്ചേരി നിയോജക മണ്ഡലം വർക്കിംഗ് പ്രസിഡന്റ് തോമസ് ആളൂർ, ദളിത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി കുമ്പളങ്ങാട് 4-ാം ഡിവിഷനിൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരണീയം 2025 സംഘടിപ്പിച്ചു. കുമ്പളങ്ങാട് മാവിൻചുവട് പരിസരത്ത് നടന്ന ചടങ്ങ് DCC ജനറൽ സെക്രട്ടറിയും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ K അജിത് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് പ്രസിഡന്റ് അജീഷ് എടക്കളത്തൂർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ്, മണ്ഡലം പ്രസിഡന്റ് MH ഷാനവാസ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ TV സണ്ണി, ബിജു ഇസ്മായിൽ, കൌൺസിലർ കമലം ശ്രീനിവാസൻ, യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ കുന്നംകുളം എന്ന മേഖല സമ്മേളനം വിവിധ പരിപാടികളോടെ നടന്നു. കുന്നംകുളം CV സ്മാരക ഹാളിൽ നടന്ന സമ്മേളനം എഴുത്തുകാരനും നന്മയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ അജിത് കുമാർ കോത്തുരത്ത് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ നന്മ മേഖല പ്രസിഡന്റ് CK രവി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി രവി കേച്ചേരി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി PS ചന്ദ്രമതി, കുന്നംകുളം മേഖലാ സെക്രട്ടറി TA വേലായുധൻ, മേഖലാ ട്രഷറർ KB അശോകകുമാർ എന്നിവർ സംസാരിച്ചു. വിവിധ കലാമേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ഉപഹാരം നൽകി ആദരിച്ചു. മഹാത്മാഗാന്ധി കുടുംബ സംഗമവും SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് അനുമോദന സദസ്സും നടത്തി. കാട്ടാക്കാമ്പൽ പഞ്ചായത്ത് 4-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരുന്തുരുത്തി പടിഞ്ഞിറ്റുമുറിയിൽ നിന്ന് ഗാന്ധി കുടുംബ സംഗമത്തിന്റെയും അനുമോദന സദസ്സിന്റെയും ഉദ്ഘാടനം മലപ്പുറം DCC സെക്രട്ടറി സിദ്ദിഖ് പന്താവൂർ നിർവഹിച്ചു. കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് KM റസാഖ് അധ്യക്ഷത വഹിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM അലി, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ, പഞ്ചായത്ത് മെമ്പർ MA അബ്ദുൾ റഷീദ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രാവൺ, KSU ജില്ലാ സെക്രട്ടറി NM റാഷിദ്, മഹിളാ കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ധന്യ മണികണ്ഠൻ, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി സാംസൺ മാസ്റ്റർ, NK അദൂർ മജീദ് എന്നിവർ സംസാരിച്ചു. ബൂത്ത് പ്രസിഡന്റ് PA നുറുദ്ദീൻ സ്വാഗതവും PA ഹക്കീം നന്ദിയും പറഞ്ഞു. തുടർന്ന് മേഖലയിൽ നിന്ന് SSLC പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെയും മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും ഉപഹാരം നൽകി ആദരിച്ചു. തൃശൂർ കോർപ്പറേഷൻ 1-ാം വാർഡിലെ പൂക്കത്ത് നിന്നും കാർത്തിയാനി അമ്പലം വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാതെ രാഷ്ട്രീയ നാടകം കളിക്കുന്ന BJP കൌൺസിലർക്കെതിരെ അയ്യന്തോൾ CPIM ലോക്കൽ കമ്മിറ്റി പ്രകടന യോഗവും നടത്തി. CPM ഏരിയ കമ്മിറ്റി അംഗം BL ബാബു ഉദ്ഘാടനം ചെയ്തു. അയ്യന്തോൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CL ഷൈജു അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം AV പ്രദീപ് കുമാർ, ലോക്കൽ കമ്മിറ്റി അംഗം നിതേഷ്, ബ്രാഞ്ച് സെക്രട്ടറി ദിലീപ് തുടങ്ങിയവർ സംസാരിച്ചു. വെങ്കിടങ്ങ് കണ്ണോത്ത് GM LP സ്കൂളിന്റെ 100-ാം വാർഷികാഘോഷങ്ങൾക്ക് വിളംബര ഘോഷയാത്രയോടെ തുടക്കമായി. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ 1 വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AD അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EV പ്രവീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഗ്രേസി ജേക്കബ്, പഞ്ചായത്ത് അംഗങ്ങളായ VK സോമശേഖരൻ, NK വിമല, ചാന്ദിനി വേണു, പ്രധാനാധ്യാപിക KK ജെയ്സി എന്നിവർ സംസാരിച്ചു. വിളംബര ഘോഷയാത്രയിലേക്കും തുടർന്ന് നടക്കുന്ന സമാപന
RSSന്റെ 100ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി തിരുവത്ര വിവേകാനന്ദ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മുൻകാല സ്വയം സേവകരെയും SSLC ഡിഗ്രി വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. ചടങ്ങിൽ 100 കുടുംബങ്ങൾക്ക് അരി, പച്ചക്കറി കിറ്റ് വിതരണവും കുട്ടികൾക്ക് കുട, പഠനോപകരണങ്ങൾ എന്നിവയും വിതരണം ചെയ്തു. വിവേകാനന്ദ സേവാ സമിതി പ്രവർത്തകരായ കാഞ്ഞിരപ്പറമ്പിൽ പ്രകാശൻ, കൈപ്പട സുരേഷ്, മത്രങ്ങോട്ട് പ്രമോദ്, സുഗന്ധവേണി എന്നിവർ നേതൃത്വം നൽകി. SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ സ്കൂളിനെയും ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെയും വെങ്കിടങ്ങിൽ ആദരിച്ചു. MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും LLBയിൽ 1ാം റാങ്ക് നേടിയ ശ്രദ്ധ സുരേന്ദ്രൻ ആദരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഫാർമേഴ്സ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് M. മണിശങ്കർ അധ്യക്ഷനായിരുന്നു. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ, പ്രിൻസ് കൈമിത്തിൽ, PV അലി, സൗമ്യ സുഗു, ശോഭന മുരളി, മൻസൂർ സുമേഷ്, എൻജൽ റിജോ തുടങ്ങിയവർ സംസാരിച്ചു. പാർക്കിൻസൺസ് അസുഖം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ഗൃഹനാഥൻ ചികിത്സാ സഹായം തേടുന്നു. ശരീരമാസകലം നിർത്താതെയുള്ള വിറയൽ, രോഗം മൂലം കാലുകളുടെ സ്വാധീനവും കുറഞ്ഞു. പരസഹായമില്ലാതെ ഒന്ന് നിവർന്നു നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. വല്ലച്ചിറ കടലാശ്ശേരി സ്വദേശി വടക്കൂട്ട് വീട്ടിൽ 57 വയസ്സുള്ള VT ദാസന്റെ നിലവിലെ അവസ്ഥയാണിത്. 2021 ഓട്ടോറിക്ഷ ഡ്രൈവറായ ദാസന് പാർക്കിൻസൺസ് രോഗബാധിതനാകുന്നത്. കഴിഞ്ഞ വർഷം നവംബറോടെ അസുഖം മൂർച്ഛിച്ച് ജോലി ചെയ്യാനാകാതെയുമായി. ഇതോടെ ഉപജീവന മാർഗവും നിലച്ചു. പോളിയോ ബാധിതയടക്കം രോഗബാധിതരും അവിവാഹിതരുമായ 2 സഹോദരിമാരും ഭാര്യയും 2 വിദ്യാർത്ഥികളായ മക്കളുമടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു ദാസൻ. നിലവിൽ ഭാര്യ താര കടയിൽ ജോലിക്ക് പോയി കിട്ടുന്ന തുച്ഛമായ വരുമാനം മാത്രമാണ് ഈ കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്നത്. തിരുവനന്തപുരം ശ്രീചിത്ര മെഡിക്കൽ സെന്ററിൽ ചികിത്സയിലുള്ള ദാസന് തലയിൽ ശസ്ത്രക്രിയയാണ് അസുഖത്തിന് പരിഹാരമായി ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിന് 17,50,000 രൂപ ചെലവ് വരും. നിത്യജീവിതം പോലും പ്രതിസന്ധിയിലായ ഈ നിർധന കുടുംബത്തിന് ഇത്ര വലിയ തുക കണ്ടെത്താനാകാതെ വിഷമവൃത്തിയിലാണ്. ഇപ്പം മരുന്നിലാണ് ആള് കൺട്രോൾ ചെയ്തു പോകുന്നത്. 3 മണിക്കൂർ ഇടവിട്ട് മരുന്ന് കഴിക്കണം. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ DBS എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്പറേഷൻ ഉണ്ട്. ഇതിന് ശാശ്വത പരിഹാരം അത് മാത്രമേ ഉള്ളൂ. അത് ചെയ്താൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് മാറുള്ളൂ. മരുന്ന് കൊണ്ട് നിൽക്കില്ല. ഇനി മരുന്ന് കൺട്രോൾ പോയി കഴിഞ്ഞു. ഇനി ആ ഓപ്പറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 18 ലക്ഷം രൂപ ഏകദേശം ചിലവാകുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് സ്വരൂപിച്ചാൽ നിങ്ങൾ എത്രയും വേഗം ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൾക്ക് തീരെ പറ്റാത്ത കണ്ടീഷനാണ്. നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. KK രാമചന്ദ്രൻ MLA രക്ഷാധികാരിയും വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N. മനോജ് ചെയർമാനും വാർഡംഗം TK ശങ്കരനാരായണൻ കൺവീനറും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NT സജീവൻ ട്രഷററുമായി ദാസൻ VT ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. വടക്കൂട്ട് വീട്ടിൽ ദാസൻ പാർക്കിൻസോണിസം അസുഖത്തെ തുടർന്ന് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. സുമനസ്സുകളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാ നല്ലവരായിട്ടുള്ള നാട്ടുകാരും നല്ല രീതിയിൽ സഹായിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഉദാരമതികൾക്ക് 4391184875 എന്ന നമ്പറിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വല്ലച്ചിറ ശാഖയിൽ ആരംഭിച്ച അക്കൗണ്ടിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,915 രൂപ, പവന് 71,320 രൂപ. വെള്ളി ഗ്രാമിന് 118 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 4,719 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പുതുക്കാട് നവജാത ശിശുക്കളെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പ്രതികളായ അനീഷ, ബവിൻ എന്നിവരെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും.
നവജാത ശിശുക്കളെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ യുവാവിന്റെയും യുവതിയുടെയും മൊഴിയിലെ വിവരങ്ങൾ പുറത്ത്. പ്രതി അനീഷ പ്രസവിച്ചത് യൂട്യൂബ് നോക്കി. ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചത് പ്രസവത്തിന് സഹായകമായെന്ന് മൊഴി. റവാഡ ചന്ദ്രശേഖർ പുതിയ പോലീസ് മേധാവി. ഷെയ്ഖ് ദാർവേഷ് സാഹിബ് വിരമിച്ച ഒഴിവിലേക്കാണ് റവാഡ ചന്ദ്രശേഖർ എത്തുന്നത്. റോഡിലെ കുഴിയിൽ വീണ് യുവാവ് മരിക്കാനിടയായ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ്. തൃശൂർ കോർപ്പറേഷനിൽ ദേഹത്ത് ചോരയൊഴിച്ച് കോൺഗ്രസ് കൌൺസിലർമാരുടെ പ്രതിഷേധം. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ സ്വർണ്ണ കിരീടം നഷ്ടപ്പെട്ട സംഭവം. ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിലെ അറയിൽ സംയുക്ത പരിശോധന നടത്തുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം കോട്ടയിൽ മത്സ്യബന്ധന വഞ്ചി പുഴയിൽ മറിഞ്ഞ് കാണാതായ ആൾക്കു വേണ്ടി തിരച്ചിൽ തുടരുന്നു. എറണാകുളം തിരുത്തിപ്പുറം സ്വദേശി രാജുവിനെയാണ് തിരച്ചിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.